ചേട്ടാ, SFI കുട്ടികളുടെ അല്ലെങ്കിൽ പിണറായിയുടെ സ്വന്തം നമ്മുടെ അടിമക്കുട്ടികളുടെ അക്രമ രാഷ്ട്രീയത്തെയൊക്കെ ന്യായീകരിക്കുന്ന നല്ലവനായ മനുഷ്യനാണ് നമ്മുടെ പിണറായി വിജയൻ എപ്പോഴും. രക്ഷാപ്രവർത്തനം എന്നാണ് അവർ ഓരോരുത്തരുടെ തല നെല്ലിപ്പൊട്ടിക്കുന്നതിനൊക്കെ നമ്മുടെ പിണറായി വിജയൻ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ദേ SFIക്കാരാണെന്ന് നോക്കാതെ പിണറായിയുടെ മക്കൾക്കിട്ട് തന്നെ, അതായത് പിണറായിയുടെ പിള്ളേരെ തന്നെ പോലീസ് അടിച്ചു പൊട്ടിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ പേട്ടയിൽ നടന്ന ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടയിൽ അതെ അപ്പോൾ പേട്ട പോലീസാണ് എടുത്തിരിക്കുന്നത്. അടിച്ചത്. അപ്പോൾ അവരെ പിണറായിയുടെ കുട്ടികൾക്ക് പോലും പോലീസിൻ്റെ അവരെ പോലും എടുത്തിട്ടടിക്കുന്ന കുറച്ച് വിഷ്വൽസാണ് കണ്ടത് നമ്മൾ. അപ്പോൾ ഇത്രയും നാൾ ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന, മറ്റുള്ളവരെ തല്ലുന്നതൊക്കെ നമ്മളുടെ രക്ഷാപ്രവർത്തനമായി മാറിക്കൊണ്ടിരുന്ന SFIയുടെ ആളുകൾക്ക് ഇപ്പോൾ പിണറായി വിജയൻ ഇതിനെയും പോലീസിൻ്റെ രക്ഷാപ്രവർത്തനമായിട്ട് പറയുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചേട്ടാ? ശരി, ഇത് സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷം തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുമ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് SFI DYFI കുട്ടികളാണ്, അവർ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പരിപാടി 12:30 മണി കഴിഞ്ഞിട്ടും പോലീസ് പറഞ്ഞത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അവർ നിർത്തിയില്ല എന്ന് പറയുകയും പെട്ടെന്ന് പ്രകോപിതരായ പോലീസ് ഓഫീസർമാർ, ഉയർന്ന പോലീസ് ഓഫീസേഴ്സ് നിൽക്കവേ തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ തലയ്ക്കടിക്കുന്ന രംഗമൊക്കെയാണ് വിഷ്വൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഭരണത്തിലിരിക്കുന്ന പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ യുവ നേതാക്കളെ പോലീസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ തല തല്ലി പൊട്ടിക്കുന്ന രീതിയിൽ അവരെ അടിച്ച് റൊട്ടിയാക്കി. അവർ ഏത് പ്രവൃത്തികൾ അവരങ്ങനെ ചെയ്തിരുന്നാലും അവർക്ക് ജോലിക്ക് തടസ്സം ഉണ്ടാക്കിയെന്ന ഒരു ഔദ്യോഗിക ഭാഷയും എപ്പോഴും പോലീസ് ഇറക്കാറുണ്ട്. അങ്ങനെ ഒരു ഔദ്യോഗിക ഭാഷ മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. ഇതിന് പിന്നിൽ ഒരു ചെറിയ കഥ കൂടെ ഉണ്ട്. അതായത് ഈ പറയുന്ന വലിയുതറയിലെ പോലീസുകാർ, ശംഖുമുഖം എന്ന് പറയുമ്പോൾ വലിയുതറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിപ്പെട്ടതാണ്. ശംഖുമുഖം കടൽ തീരം. വലിയുതറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ അവിടെ വലിയുതറ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെന്ന് പറയുന്നത് പേട്ട പോലീസ് സ്റ്റേഷനിൽ, തിരുവനന്തപുരം ജില്ലയിലെ പേട്ട പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ഇതിനു മുമ്പ് ഒരു കേസുമായി ബന്ധപ്പെട്ട് SFI നേതാക്കൾ സ്റ്റേഷൻ വളഞ്ഞു വയ്ക്കുകയും ഈ പോലീസ് ഓഫീസർമാരുടെ പേരിൽ അതിഭീകരമായ കുറ്റം ആരോപിക്കുകയും അവരുടെ നേതാവിനെ സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് പുറത്തു കൊണ്ട് ഭരണത്തിൻ്റെ ആനുകൂല്യമൊക്കെ കാണിച്ച ഒരു സംഘർഷാവസ്ഥ ഉണ്ടായ ഒരു സംഭവമുണ്ട്. അന്ന് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത പോലീസ് ഓഫീസേഴ്സാണ് ഈ വലിയുതറയിലുള്ളത്. അവർ തന്നെയാണ് തിരിച്ച് പ്രതികാരമായി ഈ DYFIക്കാർ അന്ന് പ്രകടനം നടത്തിയ ചിലരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ചെയ്തെന്നാണ് SFIയുടെ ഭാഷ്യം. ശരിയായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതായിരിക്കാം. ഏതായാലും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ യുവ നേതാക്കളെ പോലീസ് ഇങ്ങനെ കണ്ണും പൂട്ടി അടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇപ്പോൾ പോലീസിൽ എങ്ങനെ പ്രവൃത്തികൾ ചെയ്തിരുന്നാലും തെറ്റാണ് എന്ന് ബോധ്യമാവത്തക്ക രീതിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നടപടി എടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM. പ്രത്യേകിച്ച് ഇവരുടെ കൂടി ആകുമ്പോൾ നടപടി വന്നേക്കാം. പക്ഷേ എന്തുകൊണ്ട് പോലീസ് ചെയ്തതെന്ന് വെച്ചാൽ അവർക്കും മടുത്തു. പോലീസ് ആഭ്യന്തര വകുപ്പിനും മടുത്തു. കാര്യം കേരളത്തിൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ഈ തുടർഭരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭരണം തീർന്ന് എപ്പോഴും ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നത് മാറി വരുന്ന ഭരണം തന്നെയാണ്. കാര്യം ഈ ഭരണത്തിൽ ഇരുന്ന് വെട്ടി പോക്കറ്റിലാക്കുന്ന ഉദ്യോഗസ്ഥർ അടുത്ത ഭരണം വരുന്നവർ ചിലപ്പോൾ പിടിച്ചെന്ന് വരാം, ചിലപ്പോൾ പിടിച്ചില്ലെന്ന് വരാം. എന്നാലും ഇവർക്ക് മുഖങ്ങൾ മാറിക്കാണുന്നതായിരിക്കും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും താല്പര്യം. പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നാലും അവർക്കും താല്പര്യം. ഇവിടെ എന്നും കാണുന്ന ഒരു മുഖമായി ഇവരുടെ ബലഹീനതകൾ IPSകാരായ പോലീസ് ഓഫീസർക്കും മനസ്സിലായി, IASകാരായ ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി. ഇവിടെ ഇവർ ശരിക്കുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. കാല് കൂട്ടിക്കെട്ടി ഇപ്പോൾ കണ്ണൂർ നവീൻ ബാബുവിൻ്റെ എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം മുതൽ ഇങ്ങേയറ്റം ഈ ഒരു സംഭവം വരെ പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ പോലീസിനെ നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ ഇവരെ സമ്മതിച്ചിട്ടേ ഇല്ല. പോലീസിനകത്ത് ക്രിമിനലിസം ഏറ്റവും കൂടുതൽ കൂടിയത് ഈ രണ്ടാം പിണറായി കാലത്താണ്. അതായത് പോലീസുകാർക്ക് വ്യക്തമായ രാഷ്ട്രീയം ചില കാലയളവിൽ നല്ല മിക്കവാറും അവർക്കൊരു വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാവില്ല. ഭരിക്കുന്ന ഇന്നലെ തലമണ്ട അടിച്ചു പൊട്ടിച്ച ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ KSUക്കാരെയൊക്കെ തല്ലിയ, പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയ പോലീസുകാരെ നാളെ ഭരണം മാറുമ്പോൾ ഇവരൊക്കെ മന്ത്രിയാവുമ്പോൾ പോയി വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് തരണമെന്ന് പറയാൻ മടിയില്ലാത്തവരാണ്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയ പോലീസുകാരില്ലേ, ഒരു ഉളുപ്പും ഇല്ലാതെ നാളെ ഭരണം മാറുമ്പോൾ ഈ പറയുന്ന നേതാക്കളെ പോയി കണ്ട് കാല് പിടിക്കുന്നവരെ നമുക്ക് ഇപ്പോഴേ എഴുതി തരാം. അതാണ് പോലീസിൻ്റെ ഭാഷ്യം. അല്ലെങ്കിൽ അവർ ജോലി രാജിവെച്ച് പോകണം. കാര്യം വീട്ടിൽ ഇരുന്ന് കഴിക്കാൻ എല്ലാം ഉണ്ടെങ്കിൽ അവർ പോകും. അന്തസ് ഉള്ളവർ കുറവാണ്. കാര്യം ഇവരെ തന്നെ കുറ്റം പറയാനും പറ്റില്ല. നമ്മുടെ P. രാജീവ് എന്ന് പറഞ്ഞ് ഇവിടെ കൊച്ചിയെ നിയന്ത്രിക്കുന്ന CPMൻ്റെ നേതാവിനെ തലമണ്ട അടിച്ച് പൊട്ടിച്ച ഒരു പോലീസുകാരൻ കാണാൻ ചെന്നൊരു കഥയുണ്ട്. തിരുവനന്തപുരത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഇപ്പോൾ ഉള്ള SFI നേതാവ് ഗീനാകുമാരിയെ തല്ലിയ പോലീസ് ഓഫീസർ അവരെ ചെന്ന് കണ്ട കഥ. അപ്പോൾ അതെല്ലാം അവരുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് ഈ രണ്ടാമതൊരു ഭരണം കൂടെ വന്ന് അവർക്ക് മടുത്തു. കാര്യം ഒരു ഭരണത്തിനെ ജനങ്ങളെ വെറുപ്പിക്കുന്നതിൽ വലിയ പങ്ക് പോലീസിനുണ്ട്. ജനം
പോലീസിന് ഒരിക്കലും പാർട്ടി നോക്കി ചെയ്യാൻ കൃത്യനിർവഹണം നടത്താൻ പറ്റില്ലല്ലോ. പക്ഷേ സർക്കാരിന്റെ ആയുധമാണ് പോലീസ്, ഒരു സർക്കാരിന്റെ മുഖമാണ് പോലീസ്. പക്ഷേ എപ്പോഴും പിണറായി വിജയൻ തന്നെ പലപ്പോഴും പറയുന്ന പോലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്ന് പറയാറുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് പ്രത്യേകിച്ച് രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്, പക്ഷെ നമ്മുടെ കേരള പോലീസ് മിടുക്കന്മാർ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ അവരെ കൊണ്ട് ജോലി എടുക്കാൻ ചേട്ടൻ പറഞ്ഞതുപോലെ ജോലി എടുക്കാൻ സമ്മതിക്കില്ല. അവരൊരു ലെവല് വരെ വരുമ്പോൾ കൃത്യമായിട്ടും ഹൈക്കോടതി പോലും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള കേസിൽ പോലും ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ കേസ് നീങ്ങുന്നില്ല എന്നുള്ളൊരു പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് പോലും വരുന്നത് കൃത്യമായിട്ടും ഇതിലുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാൻ പോലും പിണറായി വിജയൻ അതിൽ ഇടപെട്ടു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഭരണപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ പോലീസിന് കൃത്യമായിട്ട് അവരുടെ നീതി അല്ലെങ്കിൽ അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ അവർക്ക് പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോലും SFI നേതാക്കളെ ഇപ്പോൾ ആർഷയെ പോലുള്ളവരെയൊക്കെ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവരിലും അതെ, മൂർത്തിയേക്കാൾ വലിയ ശാന്തിക്കാരനുള്ള നാടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം ഇപ്പോൾ. അപ്പോൾ അവരുടെ സഖാക്കളാണെന്ന് പറഞ്ഞാൽ പോലും തൊടാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ ഒരു രക്ഷാപ്രവർത്തനം, അവരാരെ പിടിച്ചു തല്ലിയാലും അത് രക്ഷാപ്രവർത്തനം എന്ന് പറയാനുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു വാക്കല്ല. കുഞ്ഞ് ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് മോശമായിട്ട് പോകുമ്പോൾ രണ്ടടി കൊടുത്ത് നേരെ നിർത്താൻ അച്ഛനമ്മമാര് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിലാണ് മക്കള് വഴിതെറ്റി പോവുക കൂടുതൽ. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ കുഞ്ഞിനെ തിരുത്താനും നമുക്കൊണ്ട് പറ്റണം. പക്ഷെ ഇവരെന്ത് കാണിച്ചാലും ന്യായീകരിച്ചുകൊണ്ട് പുറകെ നടക്കുന്ന ഈ പിണറായി വിജയനെ പോലെ ഒരു തലതൊട്ടപ്പൻ അവിടെ ഉള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നന്നാവാനും തോന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ തന്നെ SFI കുഞ്ഞുങ്ങളെ തന്നെ ഇപ്പോൾ പോലീസ് കൈവച്ചിരിക്കുമ്പോൾ ഇപ്പോഴും പിണറായി വിജയൻ മൗനമാണോ പാലിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ ഭയക്കാതെ തന്നെ പോലീസുകാർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അങ്ങേയറ്റം അടുത്തിട്ട് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. കാര്യം അവരും ഒരു എന്താ പറയുക, ഒരു മനുഷ്യരാണ്, അവർ ഉദ്യോഗസ്ഥർ. ഇപ്പം നമ്മൾ എല്ലാവരും തന്നെ ഈ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജോലിയിൽ ഒരുപാട് കൈകടത്തലെന്ന് ചിലപ്പോൾ പ്രത്യേകിച്ച് സേനയൊക്കെ ആകുമ്പോൾ, പോലീസ് സേനയൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ട തന്നെ പലതരം, ഇപ്പോൾ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, പിന്നെ നമ്മളിവിടെ രാഷ്ട്രീയം പറയുന്നതാണോ ഇല്ലേ എന്നുള്ളതല്ലേ, പോലീസ് പഴയതുപോലെ അല്ല. പോലീസിനകത്ത് വല്ലാതെ സംഘിവൽക്കരണവും ഉണ്ടായിട്ടുണ്ട്, അത് പറയാതെ തന്നെ അറിയാം. അതിന് ഉദാഹരണമാണ് ഈ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ എപ്പോൾ തലപ്പത്ത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവച്ചോ, പോലീസ് സേനയ്ക്കകത്ത് പഴയതുപോലെ അല്ല. ഭരണത്തിലാണ് ഇവരിയ്ക്കുകയാണെങ്കിലും പോലീസിനകത്ത് ചെറുപ്പക്കാരെല്ലാം തന്നെ BJP താല്പര്യമുള്ള പോലീസുകാരാണ്. എനിക്കറിയാം ഒരുപാട് നിരവധി പോലീസുകാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് അവർ സംസാരിച്ച് വരുമ്പോൾ അവരുടെ ഉള്ളിൽ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ. എല്ലാവരും മനുഷ്യന്മാരാണ്. ബേസിക്കലി ഓരോ രാഷ്ട്രീയത്തോടും ഓരോരുത്തർക്കും താല്പര്യം തോന്നുന്നതൊക്കെ വേറെ കാര്യം. പക്ഷേ കൃത്യനിർവഹണത്തിനിടയിൽ വല്ലാതെ രാഷ്ട്രീയം ഇവർ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ലാത്തതാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ അത് ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നമ്മളിപ്പോൾ കാണുന്നത് എങ്ങനെയെന്നറിയോ, പണ്ട് കരുണാകരൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തെക്കാൾ നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. പക്ഷെ അദ്ദേഹം ചെയ്തിരുന്ന സ്വജന പക്ഷപാതം ചില പോലീസ് ഓഫീസർമാരുടെ അദ്ദേഹത്തിന്, ഇപ്പോൾ ജയറാം പടിക്കൽ എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് നമ്മളെ ഈ 1976 നക്സൽ സമരങ്ങൾ അടിച്ചമർത്താനായി ശ്രമിക്കുക രാജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിന് വരെ കാരണമായത്. അപ്പോൾ ആ ജയറാം പടിക്കലിനെ അവസാന നിമിഷം വരെ കൂടെ നിർത്തിയ മസൂരൻ എന്ന് പറയുന്ന വേറൊരു പോലീസ് ഓഫീസറെ കൂടെ നിർത്താൻ ശ്രമിച്ച ഒരു നേതാവാണ് ഈ പറയുന്ന കരുണാകരൻ എന്ന് പറയുന്ന നേതാവ്. അതുപോലെ പിണറായി വിജയൻ ഈ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ എന്ത് കണ്ട് ഇത്രയും സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് നമ്മുടെ രാഷ്ട്രീയം നമ്മളോട് സംസാരിക്കുന്ന പ്രമുഖരായിട്ടുള്ള, ഇപ്പം നമ്മുടെ സാറിനെ പോലെയുള്ളവർ പറയുന്നത് അജിത് കുമാർ കേന്ദ്രത്തിലെ പിണറായി വിജയൻ്റെ ഒരു ചാലകമാണ് എന്നാണ്. അപ്പോൾ അജിത് കുമാറിനെ DGP ആക്കണം എന്നൊരു ആഗ്രഹം ഇവർക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അവിടെയും അദ്ദേഹത്തിനെ ഓവർകം ചെയ്ത് മറ്റൊരാൾ, ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ എന്ന പേരുകാരൻ വരുന്നത് അമിത്ഷായുടെ നോമിനി ആയതുകൊണ്ടാണ്. അവിടെയും അജിത് കുമാറിനെ പോലെ തന്നെ ഒരു സംഘി എന്ന് വേണമെങ്കിൽ, ഈ റവാഡയൊക്കെ അമിത്ഷാ പറയണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ തന്നെ സഖാവിനെ കൂത്തുപറമ്പിൽ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇട്ട റവാഡയെ പിടിച്ചിരുത്തുന്നതിൻ്റെ ഒരു സാങ്കത്യം നമുക്ക് മനസ്സിലായതല്ലേ CPM എന്ന് പറയുന്ന പാർട്ടിയെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇവർ ഭരണത്തിൽ ഇല്ലാത്തപ്പോൾ പറയുന്നതല്ല ഇവർ ഭരണത്തിൽ വരുമ്പോൾ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവർ പറയുന്നതെന്ന്, ഭരണത്തിൽ കയറി കഴിയുമ്പോൾ ഇവർ പറയുന്നതെന്ന്. അപ്പോൾ ഇവർക്ക് വ്യക്തമായ ആദർശമില്ലാത്ത പാർട്ടിയാണ് എന്ന്
പല കാര്യങ്ങളിലും ഈ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. എം പി രാജേഷ് എന്ന് പറയുന്ന സാത്വികൻ എന്നൊക്കെ പറഞ്ഞ് DYFIയിലും SFIയിലും പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ യുവനേതാവ് മന്ത്രിയായപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബിവറേജ് ഇറക്കാൻ പോയ ഒരു മദ്യത്തിന് ആൾക്കാരുടെ അടുത്ത് പേര് ചോദിച്ചുകൊണ്ടൊരു ഒരു 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 മത്സരം നടത്തി. ബഹുമാനപ്പെട്ട എം പി രാജേഷ്, താങ്കൾ എത്ര കണ്ട് താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക. കാര്യം അദ്ദേഹത്തിന് എത്ര കണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി പാലക്കാടുകാർ അദ്ദേഹത്തെ അല്ലെങ്കിൽ കേരളത്തിലൊട്ടുള്ള യുവാക്കൾ കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ബ്രൂവറി കൊണ്ടുവരാൻ ശ്രമിച്ച എം പി രാജേഷ്, അതിനോട് ഞാൻ വിഷയം മാറി പോകുന്നതല്ല, ഇവർക്കുണ്ടായ സമൂലമായ മാറ്റം, പേര് നിരച്ചായി കുടിക്കുന്ന മദ്യത്തിന് പേര് എന്താണെന്ന് നിങ്ങൾ പറയുക, അതിന് കോമ്പറ്റീഷൻ വയ്ക്കുന്നു, അതിന് പ്രതിഫലം കൊടുക്കാൻ പോകുന്നു, അതിനും ബുദ്ധിജീവി രാജേഷ് മറ്റൊരു വാദം നിരത്തി അയക്കാം. അപ്പോൾ ഇത്തരത്തിൽ നേതാക്കൾ ഇങ്ങനെയൊക്കെ ആയി ഇവർ തന്നെ ഭരണത്തിൽ ഇത്രയധികം നിയന്ത്രണങ്ങൾ പോലീസിന്മേൽ ഏർപ്പെടുത്തുമ്പോൾ പോലീസ് സേനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അവരിപ്പോൾ കൈവിട്ടൊരു കളിയാണ് ഈ ചെക്കന്മാരുടെ മേൽ എടുത്തിരിക്കുന്നത്. അത് ഈ അവസാനത്തെ 3 മാസം ചെയ്താൽ താങ്കൾ സഹിച്ചോളാം എന്ന് ഇനി പോലീസുകാർ കരുതുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ ഒരു സർക്കാരിൻ്റെ മുഖമായ പോലീസ് തിരിയുമ്പോൾ പോലീസ് ഇതൊരു ഉദാഹരണമാണ്. നിരവധി പ്രവൃത്തികളിലൂടെ പോലീസ് ഇപ്പോൾ പലരെയും സ്റ്റേഷനകത്തിട്ടൊക്കെ തല്ലുകയും പിടിക്കുകയൊക്കെ കോൺഗ്രസ്സുകാരെയൊക്കെ ചെയ്തില്ലേ. അതൊക്കെ തങ്ങൾ പിടിയിലാവുമെന്നും സസ്പെൻഷനിലാവുമെന്നും അറിയാത്തതുകൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ട് അവരതൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാര്യം ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് നാറിയാൽ ഭരണം നാറും. അപ്പം നാറ്റിക്കാനായി ഒരുമ്പെട്ട് ഇറങ്ങിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് നഷ്ടമാവാൻ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ പിണറായിയെ മടുത്തു, ജനം മടുത്തു എന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് പോലീസും മടുത്തു തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് ശംഖുമുഖത്തെ സംഭവത്തിൽ നമുക്ക് വ്യക്തമാവും.